എന്നിട്ട് വല്ല പറ്റിയോ അവർക്ക്? ഞാൻ അങ്ങോട്ട് വരാം ഇപ്പൊ. നീ ആരുടെ അവനെ തല്ലാൻ? ഒരു രക്ഷകൻ വന്നിരിക്കണു മനുഷ്യന്റെ മനസമാധാനം കളയാൻ. ഉഫ്, അതിനിവന്റെ തലയിൽ വല്ലതും കേറിയിട്ട് വേണ്ടേ? ഈ ജോലി പോയി, വന്ന് വണ്ടിയിൽ കയറ്. റേസിംഗ് ട്രാക്ക് ക്ലിയർ ചെയ്യാനുള്ള നിവേദനം ഞങ്ങൾ എല്ലാവരും ഒപ്പ് ശേഖരിച്ചു നോക്കണോട്ടോ. ഈ കുട്ടികൾ കുറേ ആയല്ലോ വന്നു അവർക്ക് നാളെ തന്നെ കളക്ടറെ കാണാൻ ഒരു അപ്പോയിന്റ്മെന്റ്. കോൾ യു ആഫ്റ്റർ ദി മീറ്റിംഗ്. ഓക്കെ. ഷെഡ്യൂൾ ഇത്തിരി ടൈറ്റ് ആയിരുന്നു, അതുകൊണ്ട് നമുക്ക് നോക്കാം. മാഡം, പൂരം വെടിക്കെട്ടെന്നൊക്കെ പറഞ്ഞാൽ ഇവിടുത്തെ ഒരു സെന്റിമെന്റ്സ് ആണ്. അത് ഇവിടുത്തെ ഒരു കൾച്ചറിന്റെ ഭാഗമാണ്. 10-200 കൊല്ലമായി നടക്കുന്ന കാര്യം നിർത്തുക എന്നൊക്കെ പറഞ്ഞാൽ യെസ് യാ ഓക്കെ, നമ്മൾ എന്തെങ്കിലും ഒന്ന് ചെയ്തേ പറ്റൂ. ഓക്കെ മാം, താങ്ക് യു. ഞാൻ എനിക്ക് പറ്റാവുന്നത്ര ശ്രമിക്കുന്നുണ്ട്. ഇതിപ്പോ എക്സ്പ്ലോസീവ് ആക്ട് പ്രകാരം കലക്ടറുടെ അധികാര പരിധിയിൽ വരുന്ന വിഷയം തന്നെയാണ്. എന്തുട്ടൊക്കെ ആയാലും വെടിക്കെട്ടാ വേണം, അതിലൊരു തർക്കമില്ല. പാർട്ടിയുടെയും സർക്കാരിന്റെയും തീരുമാനം തന്നെയാണ്. ഇനി ഈ വിഷയത്തിൽ എന്ത് തീരുമാനം എടുക്കേണ്ട കലക്ടറാണ്. അതന്നെ. ഹോം മിനിസ്റ്ററുടെ ഉത്തരവും മറ്റ് സർക്കുലേഴ്സും അനുസരിച്ചുള്ള നിബന്ധനകൾ പാലിച്ചേ പറ്റൂ. നിയമപരമായി നമുക്ക് ചെയ്യാവുന്ന പരിമിതികൾക്കകത്ത് നിന്ന് നമുക്ക് മാക്സിമം ശ്രമിക്കാം. എന്തുട്ട് ഉത്തരവാ സാറേ, ഒരു അമിട്ടാ പൊട്ടിക്കാൻ പറ്റുന്ന നാടായത്. എന്തപ്പത് കളക്ടർ രാജഭരണ MLA പറഞ്ഞത് കേട്ടില്ലേ? MLA ഇങ്ങനെ പലതും പറയാം. സർക്കാർ ഉദ്യോഗസ്ഥർക്കാണ് ഉത്തരവാദിത്തം. മറുപടി ഞങ്ങൾ പറയണം. എന്ന് വെച്ച് എന്തുട്ടാ ഉത്തരവാദിത്ത ബോധമില്ലാത്തവനാ എന്തും വിളിച്ചു പറയുന്ന. ബഹളം ഉണ്ടാക്കാൻ ദയവേത് ഞാൻ പറയുന്നു കേൾക്കൂ. ബഹളം വെക്കാതെ പൂരത്തിനെ അതിന്റെ സാംസ്കാരിക തനിമയോടെ നിലനിർത്തണമെന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാനും. കളക്ടർ സാഹിത്യമൊന്നും പറയണ്ട, ആ വെടിക്കെട്ടിന് ഉത്തരവ് മതി. അല്ല പിന്നെ പൂരത്തിന് വെടിക്കെട്ട് തന്നെ വേണമെന്നുണ്ടോ? ആഘോഷിക്കാൻ വേറെ എന്തൊക്കെ മാർഗങ്ങളുണ്ട്? നമുക്കൊരു കൂട്ടായ്മയും സൗഹാർദ്ദപരമായ മത്സരങ്ങളൊക്കെ അല്ലേ വേണ്ടത്? വെടിക്കെട്ടല്ലാണ്ട് പിന്നെ എന്തുട്ട്? അതിപ്പോ എന്തെങ്കിലും ഒരു ഗെയിം ആവാം, ഈ വടംവലിയോ പന്തുകളിയോ മറ്റോ. അല്ലെങ്കിൽ ഇവിടുത്തുകാരുടെ തൃശ്ശൂരുകാരുടെ പ്രിയപ്പെട്ട ബൈക്ക് റേസ് തന്നെ ആയാലോ? പുതിയ പിള്ളേർക്ക് അതാവും കൂടുതൽ ഇഷ്ടം. പിള്ളേർക്ക് ഇഷ്ടാവണ കളിയാണെങ്കിൽ ഒരു കാര്യം ചെയ്യാൻ കലക്ടറെ, കള്ളനും പോലീസും കളിക്കാൻ. ഇത് നമ്മളെ തൃശ്ശൂർക്കാരെ ഒന്നടങ്കം അപമാനിക്കാനുള്ള പരിപാടിയാണ്. ഞങ്ങളുടെ പാരമ്പര്യം കളഞ്ഞു കൊടുക്കാൻ സമ്മതിക്കില്ല. പിന്നെ ഇത് ഫേസ്ബുക്കിൽ 4 ലൈക്ക് അടിച്ച് കളിക്കുന്ന കളിയില്ല, തൃശ്ശൂർ അങ്ങാടിയിൽ ഇറങ്ങിയിട്ടുള്ള കളിയാണ്. എന്തുട്ടാ നോക്കുന്നത് കളിച്ചിരിക്കുന്ന പിന്നെ ഇവിടുത്തെ ജനങ്ങളോടും. സാറ് റേസിന്റെ കാര്യം പറഞ്ഞത് കാര്യായിട്ടാ? അല്ല, സാറ് ഈ റേസിന്റെ കാര്യം പറഞ്ഞത് കാര്യായിട്ടാ? അത് നീ പറഞ്ഞ ശരിയല്ല ടപ്പിയെ. കലക്ടറും ഇവിടെ ദിവാഞ്ചിയുടെ ഹിസ്റ്ററി പഠിച്ചിട്ടുണ്ടാവും, അതുകൊണ്ടാ അങ്ങനെ ഒരു അഭിപ്രായം പറഞ്ഞ്. അയ്യടാ പിന്നെ എന്ത് നാമിട്ടാ പൊട്ടി കൊടയാ വിരണന്റെ രസമൊന്നേ നിങ്ങളുടെ ഈ ബൈക്ക് റേസിന് ഉണ്ടാവില്ലട്ടാ. അതും തൃശ്ശൂർ പൂരത്തിനെ കെട്ടിയോളൊക്കെ കൂടെ തുഗ്ലക്കിനെ പഞ്ഞിക്കിടാത്ത ഏതോ ഭാഗ്യത്തിനാന്ന് വിചാരിച്ചാ മതി. നീ എന്റെ പാടോക്കി പോയേ ഫിയെ, പഞ്ഞിക്കിടാൻ അങ്ങോട്ട് ചെല്ല്. കളക്ടർ നമ്മടെ ആളല്ലേ, വെറുതെ അല്ലട്ടാ അവൻ തൃശ്ശൂർക്ക വന്നേ. അപ്പനൊന്നും മിണ്ടാടുന്നേ, കെട്ടിയൊന്നും പോരല്ലേ? ഇവർക്ക് വൈകിട്ട് എന്തുട്ടാ പരിപാടി? സാനുണ്ട്. അയ്യേ, ഒന്ന് പോയരാടന്ന്. ഞാൻ അതല്ല ഉദ്ദേശിച്ചേ, നമുക്ക് ആ ഗ്രൗണ്ട് വരെ ഒന്ന് പോയാലോ? ഏത്? ലാലൂരത്തെ റേസ് നാളെയാ. ഇന്നിപ്പോ ഗ്രൗണ്ടിൽ ഇവിടെ പിള്ളേരൊക്കെ ഉണ്ടാവും പ്രാക്ടീസിനെ. എന്നെ കണ്ടാ ഒറ്റോൾക്കൊരു സന്തോഷമല്ലേടാ. പിന്നെന്താ? അങ്ങനെ ഇപ്പൊ സന്തോഷിക്കണ്ടാട്ടാ. അപ്പൊ നാളെ നമ്മള് റേസിനെ പോളൂ എന്നുള്ള കാര്യം പറഞ്ഞ് സമ്മതിച്ചാണ് കേട്ടാ. ഇനിയിപ്പൊ അങ്ങോട്ടൊരു പോക്ക് വേണ്ട. എഫിയെ, നീ എന്റെ അപ്പനാവാൻ നോക്കല്ലേട്ടടി. ഓഹോ, നിന്റെ നാട്ടു പറഞ്ഞാനോടിക്കും പോർക്കേ. ചവിട്ട് ചവിട്ട്. ഇന്നിപ്പോ ഇങ്ങനെ പോട്ടെ എടി. അപ്പന്റെ പുന്നാരം മോളല്ലേടി, നമുക്ക് അവിടം വരെ ഒന്ന് പോവാടി. അപ്പന്റെ ഒരു അന്ത്യാഭിലാഷം അല്ലേടി.
വല്ലാണ്ട് കൊഞ്ചണ്ടാട്ടാപ്പാ. ശരി. ആ അതാ പറഞ്ഞേ. എഫി എന്ന് പറഞ്ഞല്ല ആരാ? കാരുണ്യത്തിന്റെ എവറസ്റ്റ് അല്ലേ നീ? അപ്പാ എന്താ മോളെ? ആ കാലക്കൂട്ടാണ്. എടി എഫിയെ, ഏ നീ അങ്ങോട്ട് നോക്കിയേ. നമ്മുടെ സത്തനല്ലേ അത്? അതേലോ. ഒരു ബൈക്ക് അടിച്ചു മറ്റുള്ള പരിപാടി കേട്ടാ. ഏയ് നല്ല ബാലൻസ് ഉണ്ടല്ലോടി. എഫിയെ എന്താപ്പാ ഇപ്പം കൊള്ളാട്ടോടി. ശരിയല്ലേ? ചേക്കൻ നന്നായിട്ട് ഓടിക്കണ്ടടി. പുഷ്പ അവള് വന്നില്ലടാ. ഇല്ലാന്നേ. നീ ഒന്ന് പോയി നോക്കേ. ആ ചേട്ടാ ഒന്ന് പിടിച്ചേ. ആ ഒന്ന് വേഗം ഇറങ്ങാൻ പറയട്ടാ. മഴ വരൂടാ. ജിതേട്ടൻ, എന്താടാ? ഇതവനല്ലേ ക്രിസ്റ്റോ? ആര്? ക്രിസ്റ്റോ. ചിത്തന നമ്മളൊക്കെ ഓർമ്മയുണ്ടോ? ആദ്യം കണ്ടപ്പോ ഞാനൊന്ന് സംശയിച്ചു. പിന്നെ ഈ വീൽ ചെയർ കണ്ടപ്പോ ഞാൻ അങ്ങോട്ട് ഉറപ്പിച്ചു ഇത് നീ തന്നെയാന്ന്. പെട്ടയായില്ലടാ. ഇപ്പൊ പഴയ ബലമൊന്നും ഇല്ലല്ലോ ജിതേന്ദ്ര. പക്ഷെ ഉള്ളത് പറയാട്ടാ, നിനക്ക് ആ ബൈക്കിൽ ഇരിക്കണേക്കാൾ എടുപ്പ് ഈ വീൽ ചെയറിൽ ഇരിക്കണതാ. എന്തേ ഈ റേസ് കാണാൻ വന്നല്ലേ? അല്ലാതെ നീ ലാലൂര് പള്ളിയിൽ വരേണ്ട കാര്യമില്ലല്ലോ. എന്നാ വിട്ടോ. എന്നിട്ട് നീട്ടിന്ന് കൈയടിച്ചോട്ടാ. നീ എങ്ങനെ കൈയടിക്കല്ലേ? അവിടെ ട്രാക്കിൽ ഇറങ്ങണതേ ഞാൻ ട്രെയിൻ ചെയ്തെടുത്ത പിള്ളേരാ, മൈ ബോയ്സ്. നമ്മുടെ കലക്ടറേ അതിവാഞ്ചിമൂല ട്രാക്ക് തുറക്കണമെന്ന് കേട്ടു. അങ്ങനെ തുറന്ന അത് ക്രിസ്റ്റോയുടെ ട്രാക്ക് ആയിരിക്കും. അപ്പൊ പിന്നെ ഞാൻ കർത്താവിനൊന്ന് കണ്ടിട്ട് വരാം. നീ ഒന്നാ കേട്ടോ, ഈ പള്ളിയാണ് സത്യം. തിരുവാഞ്ചിമൂല ട്രാക്ക് തുറക്കും. അന്ന് നീ ഏത് കൊലകൊമ്പനെ ഇറക്കിയാലും അവനോട് കോർക്കാൻ എന്റെ ചക്കറുണ്ടാവും. നീ അന്നത്തോടെ തീരൂടാ. അതിനെനിക്ക് വീൽ ചെയർ തന്നെ ധാരാളം. കാണാം. ഓ കാണടാ.